ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ സ്കെച്ച് പാറ്റേണെ പറ്റി പഠിച്ച്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സർക്കുലർ സ്കെച്ച് പാറ്റേണെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സർക്കുലർ സ്കെച്ച് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ലീനിയർ സ്കെച്ച് പാറ്റേൺ എന്നില്ലേ, അതായത് നമ്മളൊരു ഫിഗറിനെ അടിച്ചിട്ട് അതിനെ ലീനിയറായിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ സർക്കുലറിൽ എങ്ങനെ വെച്ചാൽ ഒരു ഫിഗറിനെ സർക്കുലറായിട്ടാണ് നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം ഒരു സർക്കിൾ വരച്ചു. അതായത് ഒരു ഫിഗർ നമുക്ക് സർക്കുലർ പാറ്റേൺ ചെയ്യാനുള്ള ഞാൻ എന്നിട്ട് ഇവിടുന്ന് ഓൾറെഡി സെലക്റ്റഡ് ആണ്, അപ്പോൾ തൽക്കാലം പുറത്ത് ക്ലിക്ക് ചെയ്ത് ലക്ഷ്യങ്ങൾ എന്നിട്ട് ഞാൻ സർക്കുലർ പാറ്റേൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ്. ഒന്ന് ഇവിടെ പാരാമീറ്റേഴ്സ്, ഇത് പോയിന്റ് ആണ്. പിന്നെ അതിൻ്റെ XY കോർഡിനേറ്റ്, ഡിഗ്രി, ഈക്വൽ സ്പേസിങ്, ഡയമെൻഷൻ ആംഗിൾ ഓഫ് സ്പേസിങ്, എത്ര കൗണ്ട്, അതേപോലെ റേഡിയസ്, ഡിഗ്രി, പിന്നെ എൻറ്റിറ്റീസ് ടു പാറ്റേൺ, പിന്നെ ഇൻസ്റ്റൻസ് ടു സ്കിപ്പ്. ഇതിൽ ഇൻസ്റ്റൻസ് ടു സ്കിപ്പ് ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്, അതായത് ഈ കൗണ്ട് ആംഗിളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് അത് എന്താ പറയുക പറഞ്ഞു വരുമ്പോൾ കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, എൻറ്റിറ്റീസ് ടു പാറ്റേൺ എടുത്ത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് പോയിന്റ് എന്നുള്ള 1 ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ 1. അതായത് ഈ പോയിന്റിനെ റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീനിയർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ XY എന്ന സംഭവം എന്ന് പറയാം, ഇതാണ് നമ്മളെ 0, 0. അതായത് ഈ പോയിന്റ് നമ്മൾ സെൻട്രൽ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് 0, 0 എന്ന് പറയുന്ന പോയിന്റാണ്. ഈ പോയിന്റ് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഇതിൻ്റെ X എന്ന് പറയുന്നത് 100 കൊടുത്തു. അപ്പോൾ എന്തായി, ഈ സെൻറ്റർ പോയിന്റിന് 100 mm ഇങ്ങോട്ട് മാറി. Y ഞാൻ ഇനിയിപ്പോൾ 150 കൊടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന്, അതായത് X 100 Y 50 ആയിട്ടുള്ള പോയിന്റാണ് ഇത്. എന്നിട്ട് നമ്മൾ എന്താ, ഇതാണ് നമ്മളെ പാറ്റേൺ വരുന്നത്. അതായത് പാറ്റേണിൻ്റെ പ്രൊജക്റ്റഡ് സർക്കുലറിൽ, അതായത് ഈ പാറ്റേണാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്ത് 4 ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പാറ്റേൺ ഇവിടെ ആണെങ്കിൽ അടുത്ത ഇവിടെ, ഇങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ടാണ് പാറ്റേൺ വരിക. ഞാനിത് 12 ആക്കി. അത് നടക്കുന്നുണ്ടോ, ഈ പോയിന്റ് ഇതാണ് നമ്മളെ സെൻറ്റർ പോയിന്റ്. ഇതിന് ചുറ്റും ഒരു സർക്കുലർ വന്നിട്ട് അതിന് ചുറ്റുമാണ് ഈ പാറ്റേൺ ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഡയമെൻഷൻ ഓഫ് ആംഗിൾ സ്പേസിങ് കൊടുക്കാം, ഈക്വൽ സ്പേസിങ് കൊടുക്കാം. ഈക്വൽ സ്പേസിങ് എന്ന് വെച്ചാൽ ഈ ഓരോന്നും തമ്മിൽ സ്പേസ് ചെയ്തിരിക്കുന്ന ഈക്വലി ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, റേഡിയസ് മാറ്റാം. അതായത് ഈ സെൻറ്റർ പോയിന്റ് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റാം, പിന്നെ ആംഗിൾ മാറ്റാം. ഇതൊക്കെയാണ് ഇതുകൊണ്ട് പറ്റുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻസ് സ്കിപ്പ് അറിയാലോ, നമുക്ക് ഏതെങ്കിലും വേണ്ടാത്ത ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് അതിനെ അങ്ങ് ഒഴിവാക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞാൽ സർക്കുലർ പാറ്റേൺ കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കാം. എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ സർക്കിളിൽ മൊത്തം പാറ്റേൺസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ 12 എന്ന് പറയുന്നത് അതിൻ്റെ കൗണ്ട്, ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പറ്റാവുന്ന, അതായത് എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് നൈറ്റ്.